ഏറ്റവും പുതിയ ജാവ 350 ആണ് എൻ്റെ ഒപ്പം ഉള്ളത്. വലിയ ആർഭാടമൊന്നുമില്ലാതെ വലിച്ചു നീട്ടാതെ ഈ ഒരു ബൈക്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളും ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ 3 കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സെഗ്മെൻറ്റിൽ ബാക്കിയുള്ള ഈ ഒരു റെട്രോ 350cc ബൈക്സ് കുറച്ചും കൂടി ഒരു മോഡേൺ അപ്രോച്ച് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ക്ലാസിക് ലുക്കിംഗ്, ഏറ്റവും റെട്രോ ലുക്കിംഗ് സത്യം പറഞ്ഞാൽ ജാവ 350 തന്നെയാണ്. ബൈക്കിനെ പറ്റി വലിയ അറിവൊന്നുമില്ലാത്ത ആളോട് പോയിട്ട് ഈ ഒരു ബൈക്ക് ഒരു ഫുള്ളി റീച്ച് ഔട്ട് 1950 ജാവയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിച്ച് പോകും. അത്രത്തോളം ക്ലാസിക്കാണ് ഈ ഒരു ജാവ. രണ്ടാമത്തേത് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. ഓൾമോസ്റ്റ് 194 കിലോസ് വെയിറ്റ് വരുന്നൊരു ബൈക്കാണ് ജാവ 350. പക്ഷേ ഈ വെയിറ്റ് ഫുൾ റൈഡ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും റൈഡിങ് പൊസിഷനും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു വെയിറ്റ് അങ്ങോട്ട് ഡിസപ്പിയർ ആയി പോകണം. ഒരുപക്ഷെ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് ഹാൻഡ്ലിംഗ് റെട്രോ ബൈക്ക് എന്ന് എനിക്ക് വേണ്ടി പറയാൻ പറ്റും. മൂന്നാമത്തേത് ഇതിൻ്റെ ഒരു കംഫർട്ടും ഒരു റൈഡ് ക്വാളിറ്റിയുമാണ്. ഫ്രണ്ടിൽ സസ്പെൻഷൻ ട്രാവൽ വരുന്നത് 135 mm ആണ്. ബാക്കിലേത് 100 mm വരുന്നുള്ളൂ. എന്നാൽ പോലും ഈ ഉള്ളൊരു ട്രാവൽ വെച്ചിട്ട് നമുക്ക് എല്ലാ മോശം റോഡുകളിലും വളരെ മെച്ചോർഡ്, കമ്പോസ്ഡ്, കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ് ജാവ തരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ നാലാമത്തായിട്ടൊരു ബോണസ് പോയിൻ്റ് ഇതിൻ്റെ ഹോണാണ്. ഒന്ന് കേട്ട് നോക്കണേ. അടിപൊളി ഹോണ്, നല്ല റെട്രോ വൈബുള്ള ഹോണ്. എല്ലാ ബൈക്കുകൾക്കും ഇതുപോലെ ഒരു വെറൈറ്റി ഹോൺ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തിരി നല്ല ഹാൻഡ്ലിങ്ങും കംഫർട്ടും ഒക്കെ ഉണ്ടായിട്ട് പോലും നമുക്ക് കുറേ അധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാമായിരുന്നു എന്ന് തോന്നിയത് ഇതിൻ്റെ ഒരു ഓവറോൾ എഞ്ചിൻ്റെ ക്യാരക്ടറിലും ട്യൂണിങ്ങിലുമാണ്. ഒരുപാട് റിഫൈൻമെൻറ്റ് ഇഷ്യൂസ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എഞ്ചിനിൽ കുറച്ച് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അതൊക്കെ പോട്ടേന്ന് വയ്ക്കാം. എന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്തൊരു കാര്യം ഇതിൻ്റെ ഒരു ഓവറോൾ മാപ്പാണ്. ഫ്യൂലിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്തു. ഫുൾ വൈഡ് ഓപ്പൺ ത്രോട്ടിലായിട്ട് പോലും നമുക്ക് പവർ ഫുൾ അങ്ങോട്ട് വരാത്ത പോലെ, എന്തോ ഒരു ബ്ലോക്കേജ് അവിടെ ഉള്ള പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടി. ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഫീൽ ചെയ്തു. അത് മാത്രമല്ല പല സ്ഥലത്ത് റെവ് റേഞ്ചിലായിട്ട് പവർ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആവുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് മിസ്സിങ് നമുക്ക് തോന്നി. ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോളൊക്കെ പവർ കട്ടിയൂലേ, ആ ഒരു ടൈപ്പ് ഓഫ് ഫീൽ നമുക്ക് കിട്ടി. എത്ര RPMലാണ് അത് കൺസിസ്റ്റൻ്റ് ആണോ എന്നൊന്നും നോക്കി പറയാൻ പറ്റില്ല, ബിക്കോസ് ടാക്കോമീറ്റർ ഇവിടെ ഇല്ല. എന്നാലും ഇത് RPMൽ പല റെവ് റേഞ്ചിൽ നിങ്ങൾക്കിത് ഫീൽ ചെയ്യാം. അത് കുറച്ചധികം ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. പിന്നെ ആ ഒരു ആശ്വാസം എന്താ വെച്ചാൽ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് നല്ല അടിപൊളിയാണ്. ഒരു വെറൈറ്റി എക്സോസ്റ്റ് നോട്ടാണ്. അതിൽ കുറച്ച് ബാക്ക് ഫയറും പോപ്സും ബാങ്ക്സും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കി വെക്കാൻ ജാവ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് എക്സോസ്റ്റ് നോട്ട് ജസ്റ്റ് കേട്ടു പോകാം. അടുത്തത് ഇതിൽ വരുന്ന ഫീച്ചേഴ്സാണ്. അതിലുപരി ഇതിൽ വരാത്ത ഫീച്ചേഴ്സാണ്. ബിക്കോസ് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ചീപ്പസ്റ്റ് ബൈക്കാണ് ജാവ എങ്കിൽ പോലും ഇതിൽ ഫീച്ചേഴ്സായിട്ട് നമുക്ക് ഒന്നും തന്നെ പറയാനില്ല. ബാക്കിയുള്ള കോമ്പറ്റീഷന് ട്രിപ്പർ നാവിഗേഷനും ബ്ലൂടൂത്ത് കണക്ഷനൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് വെരി ബേസിക് ബെയർ മിനിമമാണ് കിട്ടുന്നുള്ളൂ. ഈവൻ ഒരു ട്രിപ്പ് എ ട്രിപ്പ് ബി മാത്രമേ നമുക്ക് ഉള്ളൂ. ഒരു ആവറേജ് ഫ്യൂൽ കൺസംഷനോ അങ്ങനത്തെ യാതൊരുവിധ അഡീഷണൽ ഫീച്ചേഴ്സും നമുക്ക് ജാവയിൽ കിട്ടുന്നില്ല എന്നുള്ളത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി മോഡേൺ ആവേണ്ടിയിരിക്കുന്നു ജാവ. ഏറ്റവും അവസാനത്തെ പോയിന്റ് ഇവിടെ ഒരു ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഒരു പ്യൂറിസ്റ്റ് ആയിട്ടുള്ള ബൈക്കറാണ് നിങ്ങളെങ്കിൽ ടാക്കോമീറ്റർ ഇല്ലാത്ത തന്നെ വലിയൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഈ സെഗ്മെൻറ്റിൽ പിന്നെ എല്ലാ ബൈക്സും അങ്ങനെയാണെന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സ്പീഡോമീറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ അത് എനിക്ക് വലിയൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നി. എൻ്റെ ഹൈറ്റിൽ ഉള്ള ഒരാൾ ഈ ഒരു ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ ആ ഒരു കാണുന്ന POV നോക്കുമ്പോൾ സ്പീഡോമീറ്ററിൻ്റെ ബോട്ടം എൻഡ് അതിൽ ഒറ്റ ഇൻഡിക്കേഷൻ നമുക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല. ഈ അറ്റത്ത് 40 കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡിൽ 120 കാണാൻ പറ്റുന്നുള്ളൂ. 60 തൊട്ട് 100 km/h ഇൻഡിക്കേഷൻസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് റൈഡ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് എത്രയെന്ന് പറയാൻ എത്തി നോക്കേണ്ട അവസ്ഥയാണ്. എന്നെക്കാളും ഒരുപാട് ഹൈറ്റ് കൂടിയ ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല, ബിക്കോസ് അവർക്ക് ആ ഒരു വ്യൂ കറക്റ്റ് ആയിരിക്കും. എനിക്കും എന്നെക്കാളും ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് യാതൊരുവിധ അഡീഷണൽ ഇൻഫർമേഷനും ഇവിടെ കിട്ടുന്നില്ല. ഒരു ബേസിക് ഫ്യൂൽ ഗേജും അത്യാവശ്യം ടെൽറ്റെയിൽ ലൈറ്റ്സും മാത്രമാണ് കിട്ടുന്നുള്ളൂ. യെസ്, ഇതൊരു റെട്രോ വൈബൊക്കെയാണ്. നമ്മുടെ പഴയ ജാവേനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലുള്ള മീറ്റർ കൺസോളൊക്കെയാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷേ പ്രാക്ടിക്കാലിറ്റി ആയിരിക്കണം ഏറ്റവും വലിയ മുൻഗണന. സോ ഇതെല്ലാമായിരുന്നു ജാവ 350 വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് ബാബു ആൻ്റണി സൈനിങ് ഓഫ്.